നമ്മൾ കുട്ടികളോട് ഇപ്പൊ അവരെന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഇൻഹിബിറ്റ് ചെയ്യരുത്. അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ഫിഷ് ടാങ്ക് ഉണ്ട്. അപ്പൊ ഫിഷ് ടാങ്കിൽ മീൻ എപ്പോഴും വാ തുറക്കുമ്പോൾ വായിക്കാത്ത വെള്ളം കയറില്ലേ, വയറിൽ എപ്പോഴും വെള്ളം കയറില്ലേ, ഇങ്ങനെ ഒരു ചോദ്യം സ്ഥിരമായിട്ട് മോള് ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉത്തരം പറയാനായിട്ട് നോക്കുക. ഇനി നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുറച്ചേരം കഴിഞ്ഞ് ആരത്തിനും ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ടോ പറഞ്ഞു കൊടുക്കാമെന്നുള്ള രീതിയിൽ കുട്ടിയോട് പറഞ്ഞു. അപ്പൊ കുട്ടിയുടെ ആ ഒരു ചിന്താശക്തി നമ്മൾ ഒരു കാരണവശാലും നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന് കുട്ടികളോട് ഒരു കാരണവശാലും പറയരുത്. അവരെ കൊണ്ട് മാക്സിമം ചോദ്യങ്ങൾ ചോദിപ്പിക്കണം. ഇപ്പൊ കുട്ടി മോള് ചോദിച്ച ചോദ്യമാണ് ഈ രാത്രി എന്തുകൊണ്ടാണ് ഇരുട്ടായിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കുട്ടികളുടെ തലയിൽ വരുന്ന ചെറിയ ചെറിയ ചോദ്യങ്ങളാണ്. അപ്പൊ അത് നമുക്ക് കുറെയൊക്കെ അവരെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കാനായിട്ട് നോക്കുക. അവർക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കൂടുതൽ ഒരു എക്സ്പ്ലനേഷൻ, ഡീറ്റെയിൽ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ അവർക്ക് കൊടുക്കുക. അപ്പൊ ഈ രീതി. പിന്നെ ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാവും ചെയ്യാം. അപ്പം ചെടികൾ എങ്ങനെയാണ് വളരുന്നത്, ചെടികൾക്ക് ജീവനുണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് അങ്ങോട്ട് ചോദിക്കാവും ചെയ്യാം. കുട്ടികൾ ഇങ്ങനെ ചോദിക്കുന്നില്ലെങ്കിൽ ചെറിയ ചെറിയ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോ എന്തെങ്കിലും നമുക്ക് തലയിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ എങ്ങനെയാണ് ശ്വാസം എടുക്കുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ കുട്ടികളുടെ തലയിൽ കുറച്ചുകൂടെ ഒരു പുതിയ സെൽസ് രൂപപ്പെടും. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പറയുന്നത്. ഇതാണ്. അപ്പൊ ചിന്തിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളെല്ലാം ഫീഡ് ചെയ്ത് കൊടുക്കരുത്, എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കരുത്. അവരെ കൊണ്ടൊരു ചോദ്യം ചോദിപ്പിക്കുക, അവരെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമില്ല, കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. രണ്ടാമതായി കുട്ടികൾക്ക് വായിക്കാനായിട്ട് കൊടുക്കും. അപ്പൊ കൊച്ചു കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്ന പല ബുക്സുകൾ അവൈലബിൾ ആണ്. കൊച്ചു പടങ്ങളുള്ള ബുക്സുകളൊക്കെ അവൈലബിൾ ആണ്. ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളെ കുട്ടികളോട് ബുക്സുകൾ വായിക്കാൻ പറയും. പെട്ടെന്ന് നമ്മുടെ വായനാശീലവും കൂടും, അവർക്ക് പെട്ടെന്ന് വായിക്കാനായിട്ടുള്ള കഴിവ് വരും. അപ്പൊ പടമുള്ള ബുക്സ് നോക്കി വായിക്കുക. അപ്പൊ പല പടങ്ങൾ ഉണ്ടായിരിക്കും, അപ്പൊ അതിനകത്ത് പല കഥകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ കണ്ട് കുട്ടികൾ വായിക്കുമ്പോൾ അവർക്ക് കുറച്ച് ഭാവനാശക്തി വരും. അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് വായന ഒരു ശീലമായി മാറും. അപ്പം കൂടുതൽ ബുക്സ് വായിക്കും. കാരണം പല ആളുകളുടെയും എക്സ്പീരിയൻസ് ഒക്കെ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ചിലപ്പം പല കഥകളിലും പറയുന്ന അവരുടെ തെറ്റുകളായിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊക്കെ നേരത്തെ തിരിച്ചറിയാനായിട്ട് കഴിയും. അപ്പം നല്ല ബുക്കുകൾ വായിക്കുന്നത് കൊച്ചുകുട്ടികളെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം ബ്രെയിൻ എക്സസൈസിങ് ഗെയിം കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികൾ ഈ വീഡിയോ ഗെയിംസും അതുപോലെ തന്നെ മൊബൈൽ അഡിക്ഷൻ ഒഴിവാക്കാനായിട്ട് ചെറിയ ചെറിയ ഗെയിംസ് കിട്ടും. ഇതൊക്കെ ഒന്നും അധികം വിലയുള്ള ഒരു സാധനമല്ല. ഇതൊക്കെ നമുക്ക് വളരെ വേഗത്തിൽ കുട്ടികളെ ക്ഷമ പഠിപ്പിക്കാനും അതുപോലെ സ്മാർട്ട് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. വളരെ ക്ഷമയോടുകൂടി ഇത് ചെയ്ത് കഴിയുമ്പോൾ കുട്ടികൾക്ക് ആക്ച്വലി അതൊരു ക്ഷമ വരാനും അവരുടെ ഒരു കോർഡിനേഷൻ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ചെറിയ ചെറിയ ഗെയിംസ് ആണ്. നമുക്ക് റുബിക്സ് ക്യൂബ് കുട്ടികളെ കൊണ്ട് കളിപ്പിക്കാം. അറ്റ്ലീസ്റ്റ് മൊത്തം ഒന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു വരിയെങ്കിലും 3 കളറാക്കാനായിട്ട് അങ്ങനെയൊക്കെ നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഇത്തരത്തിലുള്ള ഗെയിംസ്. അപ്പം അഥവാ ആ കുട്ടി ആ ഒരു ഗെയിം പാസ്സാവുകയാണെങ്കിൽ അത് എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുക്കുക. അങ്ങനെയൊക്കെ ആ കുട്ടികളോട് ഇൻട്രസ്റ്റ് കൊടുത്ത് നമ്മൾ കുട്ടിയുടെ ബ്രെയിൻ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യമാണ്. പിന്നെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ വീട്ടിൽ പല സാധനങ്ങളും കാണും, പല കാര്യങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കും. പക്ഷെ കുട്ടിക്ക് ചിലപ്പം ഓർമ്മ വേണമെന്നില്ല എല്ലാ സ്ഥാനങ്ങളും. ഇപ്പൊ പ്രത്യേകിച്ച് ഒരു ലൈറ്റ് എവിടെ ഇരിക്കുന്നത്, അപ്പോൾ കുട്ടിയുടെ കണ്ണടച്ചതിന് ശേഷം എവിടെയൊക്കെയാണ് സാധനങ്ങളുണ്ട് എന്നുള്ളൊരു ഗെയിം പോലെ എത്ര എണ്ണം അവൻ ഓർത്തെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയൊരു സ്ഥലത്ത് പോയതിനു ശേഷം തിരിച്ചു വന്നതിന് ശേഷം അവിടെ എന്തൊക്കെയാണ് കണ്ടത് എന്ന് കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുക. ഇങ്ങനെയുള്ള എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ അവന്റെ ഭാവനാശക്തി കൂടുതൽ ഒരു കഥയായിട്ട് പറയാനായിട്ട് പറയുക. അങ്ങനെയൊക്കെ ആ കുട്ടിയെ കൊണ്ട് അല്ലെങ്കിൽ ആ മോളെ കൊണ്ട് ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവന വളർത്താനായിട്ട് കഴിയുന്ന മാർഗമാണ്. പിന്നെ എപ്പോഴും നമ്പേഴ്സിന് പ്രാധാന്യം കൊടുക്കുക. നമ്പേഴ്സിന് പറഞ്ഞാൽ കൊച്ചു കുട്ടിയാകുമ്പോൾ തന്നെ നമ്മൾ കണക്ക് അവരെ പഠിപ്പിച്ചു തുടങ്ങുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രെയിൻ വളരാൻ വേണ്ടി വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരു 3 ക്ലാസ് 3 വയസ്സിൽ 4 വയസ്സാകുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ചെറിയ ചെറിയ കണക്കുകളൊക്കെ കൊടുക്കാം. 2 ആപ്പിൾ കൈ കൊടുത്ത് അങ്ങനെയൊക്കെ 3 ആപ്പിൾ കൈ കൊടുക്കുക. അങ്ങനെയൊക്കെ പല ഗെയിംസുകളും സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് 3 പറഞ്ഞു കൊടുക്കാം. അതാണ് ചെറിയ ഗെയിംസ്. കൊച്ചു കുട്ടികൾക്കൊക്കെ അതേ പറ്റുള്ളൂ. കുറച്ചുകൂടെ പ്രായമാകുമ്പോഴത്തേക്ക് നമുക്ക് പ്ലസ് അഡീഷൻസ് പറഞ്ഞു കൊടുക്കാം, അതുപോലെ സബ്സ്ട്രാക്ഷൻ പറഞ്ഞു കൊടുക്കാം. കുട്ടികളോട് കണക്കിനോട് പ്രാധാന്യം കൊടുക്കുക കൊച്ചില്. അപ്പൊ അവർക്ക് കണക്ക് ഇഷ്ടപ്പെടാനും അതുപോലെ ബ്രെയിൻ വളരെ വേഗത്തിൽ വളരുകയും ചെയ്യും. പ്രത്യേകിച്ചും കണക്കുകൾ അവർ കൊച്ചിലെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കുട്ടികൾക്ക്. പിന്നെ ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന കാര്യങ്ങൾ, അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ചില പസിൽസ് കൊടുക്കുക, അങ്ങനെയുള്ള ഒരു ആകാംക്ഷ ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഗെയിംസുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്.